പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്റർവ്യൂലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മൾ ലോകമഹായുദ്ധങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് സർവ്വരാജ്യ സഖ്യം. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകരുത് എന്ന് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിച്ചു. കാരണം 4 വർഷത്തോളം നീണ്ടുനിന്ന ഒന്നാം ലോകമഹായുദ്ധം ലോകരാജ്യങ്ങൾക്ക് സമ്മാനിച്ചത് സാമ്പത്തിക അരാജകത്വം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുവാൻ ഇവർക്കൊന്നും ധൈര്യം പോന്നില്ല. അങ്ങനെ വിജയിച്ച രാജ്യങ്ങളും പരാജയപ്പെട്ട രാജ്യങ്ങളും സമാധാനം ആഗ്രഹിച്ചു. ജർമ്മനിയും ഇറ്റലിയും ഒഴികെ. അതാണല്ലോ പിൽക്കാലത്ത് രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയായിരുന്നു സർവ്വരാജ്യ സഖ്യം. പക്ഷേ ഒന്നാം ലോകമഹായുദ്ധാനന്തരം വലിയ സമ്പന്ന രാജ്യമായി ഉയർത്തപ്പെട്ട അമേരിക്ക ഈ സംഘടനയിൽ അംഗമായില്ല എന്നത് ഈ സർവ്വരാജ്യ സഖ്യത്തിന്റെ ലീഗ് ഓഫ് നാഷൻസിന്റെ പരാജയമാണ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ഉതകുന്ന ഒരു പ്രത്യേക അധികാരമൊന്നും സർവ്വരാജ്യ സഖ്യത്തിനില്ലായിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിൽ അംഗങ്ങളായ രാഷ്ട്രങ്ങൾ തന്നെ അന്യോന്യം പോരാടാൻ ആരംഭിച്ചതും സർവ്വരാജ്യ സഖ്യത്തിന്റെ പരാജയത്തിന് വഴിവെച്ചു. രണ്ടാം ലോക മഹായുദ്ധം തടയുവാനോ അതിൽ ഇടപെടുവാനോ സർവ്വരാജ്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സർവ്വരാജ്യ സഖ്യത്തിന് പകരമായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ എന്ന പുതിയ അന്തർദേശീയ സമാധാന സംഘടന ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് സർവ്വരാജ്യ സഖ്യത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത് ലീഗ് ഓഫ് നാഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യത്തെ. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. സർവ്വരാജ്യ സഖ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് ഡേറ്റുകൾ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പൊ സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. അത് അപ്പൊ തന്നെ പഠിച്ചുറപ്പിക്കുക. എന്നാ നിലവിൽ വന്നേ? 1920 ജനുവരി 10. 1920 ജനുവരി 10. ഓക്കെ. ആസ്ഥാനം എവിടെയാ? സ്വിറ്റ്സർലൻഡിലെ ജനീവ. സ്ഥാപക അംഗസംഖ്യ 42 ആയിരുന്നു. ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിച്ചപ്പോൾ അതിൽ അംഗമായ രാജ്യങ്ങളുടെ എണ്ണം കേവലം 42 മാത്രം. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് എങ്കിലും പലപ്പോഴും സമാധാന ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? ലീഗ് ഓഫ് നാഷൻസിന്. അതൊരു പോരായ്മ തന്നെയാണ്. എങ്കിലും നമുക്ക് പറയാം ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നാഷൻസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്ന് വിളിക്കുന്നു. നിലവിൽ വന്ന 1920 ജനുവരി 10. നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് 1920 ജനുവരി 10. ആസ്ഥാനം എവിടെയാ? സ്വിറ്റ്സർലൻഡിലെ ജനീവ. സ്ഥാപക അംഗസംഖ്യ എത്രയാ? 42. ലീഗ് ഓഫ് നാഷൻസ് എന്ന സമാധാന സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച വേഴ്സായി ഉടമ്പടി തന്നെയാണ്. വേഴ്സായി ഉടമ്പടി നമ്മൾ പഠിച്ചു അല്ലേ? വേഴ്സായി ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ്. വേഴ്സൈൽസ് കൊട്ടാരത്തിൽ വെച്ചായതുകൊണ്ടാണ് ഇത് വേഴ്സായി ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. വേഴ്സായി ഉടമ്പടി പ്രകാരമാണ് ജർമ്മനിയെ നിരായുധീകരിക്കാൻ നിർദ്ദേശിക്കുന്നത്. ജർമ്മനി വിജയിച്ച രാജ്യങ്ങൾക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. വേഴ്സായി ഉടമ്പടി പ്രകാരമാണ് വിജയിച്ച രാജ്യങ്ങൾ നഷ്ടപരിഹാരം വീതിച്ചെടുത്തത്. അതിൽ ആർക്ക് അർഹമായ പ്രതിഫലം ലഭിച്ചില്ല? യെസ്, ചൈനയ്ക്ക് അർഹമായ പ്രതിഫലം ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ചൈനയിലെ മെയ്നാല് പ്രസ്ഥാനം ആരംഭിക്കുക. ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായിരുന്നെങ്കിലും ഇറ്റലിക്കും അർഹമായ നഷ്ടപരിഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാസിസത്തിന് ഇറ്റലിയിൽ തുടക്കം കുറിക്കപ്പെടുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അവിടെയൊക്കെ വേഴ്സായി ഉടമ്പടി തന്നെയാണ്. കാരണം ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 5 ഉടമ്പടികൾ ഒപ്പുവെച്ചെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി വേഴ്സായി ഉടമ്പടിയായിരുന്നു. ആ വേഴ്സായി ഉടമ്പടിയിൽ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലീഗ് ഓഫ് നാഷൻസിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് വേഴ്സായി ഉടമ്പടി തന്നെ. വേഴ്സായി ഉടമ്പടി എന്ന് ഒപ്പുവെക്കുക 1919. ഒരു അന്താരാഷ്ട്ര സമാധാന സംഘടന എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ആണ്. അതുകൊണ്ട് തന്നെ സർവ്വരാജ്യ സഖ്യത്തിന്റെ ലീഗ് ഓഫ് നാഷൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്?
വുഡ്രോ വിൽസൺ തന്നെയാണ്. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് പാരീസിൽ നടന്ന സമ്മേളനത്തിലാണ്. ഈ പാരീസ് സമ്മേളനത്തിലെ 14 നിർദ്ദേശങ്ങളാണ് അവതരിപ്പിക്കുക? വുഡ്രോ വിൽസൺ അവതരിപ്പിക്കുക. പാരീസ് സമ്മേളനം അവസാനിക്കുന്നത് 1919 ജനുവരി മാസം 18 മുതൽ 20 വരെയാണ്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് വേഴ്സായ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആ വേഴ്സായ് ഉടമ്പടിയിലെ നിർദ്ദേശമാണ് എന്താ? അന്താരാഷ്ട്ര സമാധാന സംഘടന. ഓക്കെ. അമേരിക്ക സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യവുമാണ്. അമേരിക്കയുടെ പ്രസിഡന്റായ വുഡ്രോ വിൽസനാണ് അന്തർദേശീയ തലത്തിൽ സമാധാനത്തിന് ഒരു സംഘടന വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം പാരീസിൽ നടന്ന സമ്മേളനത്തിൽ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഈ പാരീസ് സമ്മേളനം നടന്നത് 1919 ജനുവരി മാസം 18 മുതൽ 20 വരെ ആയിരുന്നു. അതായിരുന്നു രൂപീകരണ സമ്മേളനമായിട്ട് നമ്മൾ കണക്കാക്കുക. ഓക്കെ. അപ്പോൾ സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണ സമ്മേളനമായി കണക്കാക്കുന്നത് 1919 ജനുവരി മാസം 18 മുതൽ 20 വരെ നടന്ന പാരീസ് സമ്മേളനമാണ്. ഈ പാരീസ് സമ്മേളനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കണം എന്ന 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്ക എന്തിൽ അംഗമല്ല? സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമായില്ല എന്നത് യാഥാർത്ഥ്യവുമാണ്. ഓക്കെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അപ്പോ സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നതെന്ന ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പഠിച്ചു 1920 ജനുവരി മാസം 10 പ്രാബല്യത്തിൽ വന്നത്. സർവ്വരാജ്യ സഖ്യത്തിന്റെ അഥവാ ലീഗ് ഓഫ് നാഷൻസിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി ഏതാ? വേഴ്സായ് ഉടമ്പടി. ഏത് വർഷം ഒപ്പുവെച്ചു? 1919 ഒപ്പുവെച്ചു. സർവ്വരാജ്യ സഖ്യം അഥവാ അന്താരാഷ്ട്ര സമാധാന സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ആയിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ പിതാവെന്ന് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചുകൊണ്ട് പാരീസിൽ നടന്ന സമ്മേളനത്തിൽ 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. ഈ പാരീസ് സമ്മേളനം നടന്നത് 1919 ജനുവരി മാസം 18 മുതൽ 20 വരെ. അമേരിക്ക സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ല താനും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു ലക്ഷ്യം രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക. രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ അംഗരാഷ്ട്രങ്ങൾ തമ്മിലുള്ള കലഹത്തിൽ പോലും കൃത്യമായി ഇടപെടാൻ ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യവുമാണ്. അപ്പൊ രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതാണ് ലീഗ് ഓഫ് നാഷൻസിന്റെ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട്, അതായത് സാമ്രാജ്യത്വ കിടമത്സരത്തും ഒഴിവാക്കുക എന്ന കാഴ്ചപ്പാട്. രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം വരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക എന്നതും ലീഗ് ഓഫ് നാഷൻസിന്റെ ലക്ഷ്യമായിരുന്നു. ലീഗ് ഓഫ് നാഷൻസിന്റെ അഥവാ സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനന്റ് എന്നായിരുന്നു. എന്താണ് കവനന്റ്? ഒരുപാട് തവണ PSC ആവർത്തിച്ചാണ് മറക്കരുത് കേട്ടോ. ലീഗ് ഓഫ് നാഷൻസിന്റെ അഥവാ സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനന്റ് എന്നാണ്. ഈ കവനന്റ് എന്ന നിയമസംഹിത ഭരണഘടന ഒപ്പുവെക്കപ്പെടുന്നത് 1919 ജൂൺ 28. അപ്പൊ ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം എവിടെ നടന്നു? യെസ്, 1919 ജനുവരി മാസം 18 മുതൽ 20 വരെ പാരീസിൽ വെച്ച് നടന്നു. ആ നിർദ്ദേശമനുസരിച്ച് 1919 ജൂൺ 28-ാം തീയതി എന്ത് രൂപീകരിച്ചു? ഭരണഘടനയായ കവനന്റ് ഒപ്പുവെച്ചു. ഐക്യരാഷ്ട്രസഭയ്ക്കയുടെ മുൻഗാമി എന്ന് കണക്കാക്കുന്ന ലീഗ് ഓഫ് നാഷൻസ് എന്നാണ് പ്രാബല്യത്തിൽ വന്നേ? എന്നാൽ നിലവിൽ വരിക 1920 ജനുവരി മാസം 10-ാം തീയതി അല്ലെ? ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. വീണ്ടും നിലവിൽ വന്നതിന് ശേഷം എന്നാ നിലവിൽ വരിക? 1920 ജനുവരി 10. നിലവിൽ വന്നതിന് ശേഷം ലീഗ് ഓഫ് നാഷൻസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് പാരീസിൽ വെച്ച്. ലീഗ് ഓഫ് നാഷൻസിന്റെ ആദ്യ സമ്മേളനം നടന്നത് പാരീസിൽ വെച്ച് എന്ന് 1920 ജനുവരി മാസം 16-ാം തീയതി. അപ്പൊ ലീഗ് ഓഫ് നാഷൻസ് നിലവിൽ വന്നത് 1920 ജനുവരി 10-ആണ്. ലീഗ് ഓഫ് നാഷൻസിന്റെ ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത് ഭരണഘടനയായ കവനന്റ് ഒപ്പുവെക്കപ്പെടുന്നത് 1919 ജൂൺ 28. ഡേറ്റ് മറക്കല്ലേ? എന്നാൽ ലീഗ് ഓഫ് നാഷൻസിന്റെ ആദ്യത്തെ പൊതുസമ്മേളനം നടന്നത് ആസ്ഥാനമായ ജനീവയിൽ വെച്ച് എന്ന് 1920 നവംബർ 15. ലീഗ് ഓഫ് നാഷൻസിന്റെ ആദ്യ സമ്മേളനം പാരീസിൽ വെച്ച് 1920 ജനുവരി 16. ആദ്യത്തെ പൊതുസമ്മേളനം നടന്നത് ജനീവയിൽ വെച്ച് 1920 നവംബർ മാസം 15-ാം തീയതി. ലീഗ് ഓഫ് നാഷൻസ് പ്രധാന ലക്ഷ്യം വീണ്ടും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയാനല്ലേ? പക്ഷേ 6 വർഷക്കാലം നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകും.
ആണവ ബോംബ് വർഷിക്കപ്പെട്ട് ഒട്ടനവധി ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ലീഗ് ഓഫ് നാഷൻസ് പരാജയപ്പെട്ടു എന്ന് കണക്കാക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഐക്യരാഷ്ട്രസഭ എന്നൊരു പുതിയൊരു അന്താരാഷ്ട്ര സമാധാന സംഘടന വന്നപ്പോൾ ലീഗ് ഓഫ് നാഷൻസിന്റെ പ്രസക്തി നഷ്ടമായി. അങ്ങനെ ലീഗ് ഓഫ് നാഷൻസിന്റെ പ്രസക്തി നഷ്ടമായപ്പോൾ 1946 ഏപ്രിൽ മാസം 20 ലീഗ് ഓഫ് നാഷൻസ് പിരിച്ചു. ഇത്രയും ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ്. ലീഗ് ഓഫ് നാഷൻസ് പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണം എന്തൊക്കെയാണ്? ലീഗ് ഓഫ് നാഷൻസിന്റെ ഘടകങ്ങൾ തമ്മിലുള്ള കൂട്ടായ പ്രവർത്തനത്തിന്റെ അഭാവം. ലീഗ് ഓഫ് നാഷൻസിന്റെ ഘടകങ്ങൾ തമ്മിലുള്ള കൂട്ടായ പ്രവർത്തനത്തിന്റെ അഭാവമാണ് എന്തിന് കാരണമായി തീരുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്ന് കണക്കാക്കുന്ന ലീഗ് ഓഫ് നാഷൻസിന് സമാധാന ശ്രമങ്ങൾക്ക് ചൂക്കാൻ പിടിക്കാൻ കഴിഞ്ഞില്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ സാഹചര്യത്തിലേക്ക് എത്തിയത്. തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? യെസ്, എന്തൊക്കെയാണ് നമ്മൾ പറയുക? ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ മുൻഗാമി എന്ന് കണക്കാക്കുന്നത് സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നാഷൻസ്. നിലവിൽ വന്നത് 1920 ജനുവരി മാസം 10 ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. സ്ഥാപക അംഗസംഖ്യ എന്ന് പറയുന്നത് 42 ആയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നാഷൻസ്. ലീഗ് ഓഫ് നാഷൻസിന്റെ രൂപീകരണത്തിന് എഴുതിച്ച ഉടമ്പടിയാണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഒപ്പുവെക്കപ്പെട്ട ഏറ്റവും പ്രധാന ഉടമ്പടിയായ വേഴ്സായി ഉടമ്പടി 1919. അന്താരാഷ്ട്ര സമാധാന സംഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസനെ സർവ്വരാജ്യ സഖ്യത്തിന്റെ അഥവാ ലീഗ് ഓഫ് നാഷൻസിന്റെ പിതാവെന്ന് വിളിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സമ്മേളനം നടന്നത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചായിരുന്നു. ഈ പാരീസ് സമ്മേളനത്തിൽ 14 നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ലീഗ് ഓഫ് നാഷൻസിന്റെ അഥവാ സമാധാന സംഘടനയുടെ രൂപീകരണത്തിന് വേണ്ടി അവതരിപ്പിച്ചത്. പ്രസ്തുത പാരീസ് സമ്മേളനം നടന്നത് 1919 ജനുവരി മാസം 18 മുതൽ 20 വരെ. എന്നാൽ അമേരിക്കയാണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും രൂപീകരണ നിർദ്ദേശം നൽകിയതെങ്കിലും അമേരിക്ക ഈ സംഘടനയിൽ അംഗമാകാൻ താല്പര്യപ്പെട്ടില്ല. ലീഗ് ഓഫ് നാഷൻസിന്റെ ലക്ഷ്യമായി കണക്കാക്കുന്നത് രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് തടയുക, രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക. ലീഗ് ഓഫ് നാഷൻസിന്റെ ഭരണഘടന കവനന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കവനന്റ് എന്ന ഈ നിയമസംഹിത ഭരണഘടന ഒപ്പുവെച്ചത് അഥവാ പാസാക്കിയത് അഥവാ പ്രാബല്യത്തിൽ വന്നത് 1919 ജൂൺ മാസം 28 ലീഗ് ഓഫ് നാഷൻസ് നിലവിൽ വന്നത് നമ്മൾ പഠിച്ചു 1920 ജനുവരി മാസം 10. തുടർന്ന് ആദ്യത്തെ സമ്മേളനം നടന്നത് പാരീസിൽ വെച്ചായിരുന്നു 1920 ജനുവരി 16. എന്നാൽ എല്ലാ രാഷ്ട്രങ്ങളും ഉൾപ്പെടുന്ന ആദ്യത്തെ പൊതുസമ്മേളനം നടന്നത് ജനീവയിൽ വെച്ച് 1920 നവംബർ മാസം 15. ലീഗ് ഓഫ് നാഷൻസിന്റെ പരാജയത്തോടുകൂടി ലീഗ് ഓഫ് നാഷൻസ് പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ മാസം 20 പരാജയത്തിന്റെ കാരണം എന്താ? ഘടകങ്ങൾ തമ്മിലുള്ള കൂട്ടായ പ്രവർത്തനത്തിന്റെ അഭാവമായിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ 3 എന്തൊക്കെ? സമിതി, സഭ, സെക്രട്ടറി. സമിതി എന്ന് പറയുമ്പോൾ കൗൺസിൽ, ഓക്കെ, അസംബ്ലി, സഭ, സെക്രട്ടേറിയറ്റ്. ഇതില് സമിതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുന്ന എക്സിക്യൂട്ടീവ് ബോഡി എന്ന് കണക്കാക്കാം. ഓക്കെ, പ്രധാന ഘടകം എന്ന് പറയുന്നത് സമിതിയാണ്. ഇനി സഭ എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള എല്ലാ അംഗരാജ്യങ്ങളും പങ്കെടുക്കുന്ന സമ്മേളനമാണ് സഭ അഥവാ അസംബ്ലി എന്ന് പറയുന്നത്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭ പോലെ, കൗൺസിൽ എന്ന് പറയുമ്പോൾ രക്ഷാസമിതി പോലെ. ഓക്കെ, പ്രധാന ഘടകം എന്ന് പറയുന്നത് സമിതിയാണ്. ഭരണപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് സമിതി അഥവാ കൗൺസിലാണ്. അസംബ്ലി എന്ന് പറയുമ്പോൾ അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ സമ്മേളിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സഭ അഥവാ അസംബ്ലി എന്ന് പറയുക. ദൈനംദിന കാര്യങ്ങൾ, ഐക്യരാഷ്ട്രസഭ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, ഐക്യരാഷ്ട്രസഭയുടെ നയങ്ങൾ അവതരിപ്പിക്കുക തുടങ്ങിയ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരടങ്ങുന്നതാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ലീഗ് ഓഫ് നാഷൻസിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനായ സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. അവസാനത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അയർലൻഡുകാരനായ സീൻ ലെസ്റ്ററും.
ഈ രണ്ടുപേരുടെ പേര് ഓർമ്മിച്ച് വെക്കുക. ലീഗ് ഓഫ് നാഷൻസിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് സർ ജെയിംസ് എറിക് ഡ്രമണ്ട് എന്ന ബ്രിട്ടീഷുകാരനും അവസാനത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് സീൻ ലെസ്റ്റർ എന്ന അയർലൻഡുകാരനുമാണ്. സീൻ ലെസ്റ്റർ എന്ന അയർലൻഡുകാരനുമാണ്. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മൂന്നെണ്ണം. സമിതി, അതായത് കൗൺസിൽ. സഭ, അസംബ്ലി എന്ന് പറഞ്ഞാൽ അംഗരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ സമ്മേളിക്കുന്നത്. സെക്രട്ടേറിയറ്റ്, ദൈനംദിന കാര്യങ്ങൾ നടത്തുന്ന ഭരണഘടകം. ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്, ഇംഗ്ലീഷുകാരൻ. അവസാന സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് സീൻ ലെസ്റ്റർ എന്ന അയർലൻഡുകാരൻ. സർവ്വരാജ്യ സഖ്യത്തിന് 3 ഘടകങ്ങൾ കൂടാതെ 2 ഉപഘടകങ്ങൾ കൂടെ ഉണ്ട്. സർവ്വരാജ്യ സഖ്യത്തിന്റെ 2 ഉപഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ആസ്ഥാനം നെതർലൻഡിലെ ഹേഗാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് പലപ്പോഴും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യവുമാണ് കേട്ടോ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, തൊഴിൽ പ്രസ്ഥാനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പക്ഷേ സജീവമായി ഇടപെടാൻ ആർക്കും കഴിഞ്ഞില്ല? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ലീഗ് ഓഫ് നാഷൻസിന് പ്രധാനപ്പെട്ട 3 ഘടകങ്ങളും 2 ഉപഘടകങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി. 3 ഘടകങ്ങൾ എന്തൊക്കെ? സമിതി, അതായത് കൗൺസിൽ, അസംബ്ലി, സഭ, സെക്രട്ടറി. ഉപഘടകങ്ങൾ എന്തൊക്കെ? 1 അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ആസ്ഥാനം നെതർലൻഡിലെ ഹേഗ്. 2 അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സർവ്വരാജ്യ സഖ്യം. കൂടുതൽ പ്രവർത്തനമൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് സജീവമായി പഠിച്ചതിന് ശേഷമാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുക. അതുകൊണ്ട് തന്നെ ലീഗ് ഓഫ് നാഷൻസിന്റെ പോരായ്മയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത് എന്നുകൊണ്ട് തന്നെ പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘടനകൾക്കിടയിൽ കൃത്യമായി സമാധാന ശ്രമങ്ങൾക്ക് ആർക്ക് കഴിഞ്ഞു? ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞു. ഒട്ടനവധി യുദ്ധങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ, സമാധാനം കൊണ്ടുവരുവാനായിട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും ഐക്യരാഷ്ട്രസഭയുള്ള ഘടകങ്ങളുടെ പ്രത്യേകതയും ഐക്യരാഷ്ട്രസഭ സ്പെഷ്യൽ ഏജൻസിയും ഒക്കെ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ലീഗ് ഓഫ് നാഷൻസ് ആണ് സമ്പൂർണ്ണമായി പഠിച്ചത്. പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് അവസാനിപ്പിക്കാം. എന്തൊക്കെ പറഞ്ഞു? ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലീഗ് ഓഫ് നാഷൻസ് ആണ്. ലീഗ് ഓഫ് നാഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10 ഡേറ്റ് മറക്കരുത്. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. സ്ഥാപക അംഗസംഖ്യ എന്ന് പറയുന്നത് 42 ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടന. രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ജർമ്മനിയുമായി ഒപ്പുവെച്ച പ്രധാന ഉടമ്പടിയായ വേഴ്സായ് ഉടമ്പടി തന്നെ 1919. ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ എന്ന അമേരിക്കൻ പ്രസിഡന്റ്. അതുകൊണ്ട് അദ്ദേഹത്തെ സർവ്വരാജ്യ സഖ്യത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നു. പാരീസ് സമ്മേളനത്തിൽ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആയിരുന്നു. അതിലൊന്നായിരുന്നു സമാധാന സംഘടന. പാരീസ് സമ്മേളനം നടക്കുന്നത് 1919 ജനുവരി 18 മുതൽ 20 വരെ. അമേരിക്ക സർവ്വരാജ്യ സഖ്യത്തിന് തുടക്കം കുറിച്ചെങ്കിലും സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമാകാൻ തയ്യാറായിരുന്നില്ല. ലക്ഷ്യം രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക. രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയ അവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക എന്നത് പ്രധാന ലക്ഷ്യമാണ്. ലീഗ് ഓഫ് നാഷൻസിന്റെ ഭരണഘടനയാണ് കവനന്റ് എന്ന പേരിൽ അറിയപ്പെടുക. നിയമസംഹിത ഒപ്പുവെച്ചത് 1919 ജൂൺ മാസം 28-ാം തീയതി. ആദ്യ സമ്മേളന വേദി പാരീസിലായിരുന്നു. 1920 ജനുവരി മാസം 16-ാം തീയതി. ആദ്യത്തെ പൊതുസമ്മേളനം നടന്നത് ജനീവയിലാണ് 1920 നവംബർ മാസം 15-ാം തീയതി. പിരിച്ചുവിട്ടത് 1946 ഏപ്രിൽ മാസം 20-ാം തീയതി. പരാജയത്തിന്റെ കാരണം ഘടകങ്ങൾ തമ്മിലുള്ള കൂട്ടായ പ്രവർത്തനത്തിന്റെ അഭാവവുമായിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ 3 എണ്ണം. 1 സമിതി, അതായത് കൗൺസിൽ, നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പോലെ. 2 സഭ, അസംബ്ലി, അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾക്കെല്ലാം സമ്മേളിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനുമുള്ള വേദി, അതായത് നമ്മുടെ പൊതുസഭ പോലെ, ജനറൽ അസംബ്ലി പോലെ ഐക്യരാഷ്ട്രസഭ. പിന്നെ സെക്രട്ടേറിയറ്റ്, ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. ലീഗ് ഓഫ് നാഷൻസിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്, ഇംഗ്ലീഷുകാരൻ. 2 അവസാന സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന സീൻ ലെസ്റ്റർ എന്ന അയർലൻഡുകാരൻ. സർവ്വരാജ്യ സഖ്യത്തിന് 2 ഉപഘടകങ്ങളുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ആസ്ഥാനം നെതർലൻഡിലെ ഹേഗ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക.
അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഐക്യരാഷ്ട്രസഭയിലേക്ക് പോകുന്നു. യെസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.